ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അകന്നു നിന്നാലും പിരിഞ്ഞു നിന്നാലും അവസാനം നിങ്ങൾ ഒന്നിച്ചു ചേരുമെന്നാ. ഈ മനപ്പായസം ഉണ്ട് കഴിഞ്ഞില്ലേ ഇതുവരെ? ശരി, മനപ്പായസം തന്നെ ആയിക്കോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കാം. എന്റെ ദേഹം നൊന്തു കഴിഞ്ഞാൽ ഓടി വരാനും പരിചരിക്കാനും എനിക്കൊരാളുണ്ട്. നവീൻ, ആ പ്രസാദ് അവിടെ ഇരിക്കല്ലേ, ഞാൻ പോയി എടുത്തിട്ട് വരാം. മോളെ, ഈ കാറ് മോളുടേതാണോ? അതെ. എന്താ? ഇതാരാ, മോളുടെ ഭർത്താവാണോ? അതെ. എന്നിട്ടെന്താ മോൾ ഇത്രയും നേരം ഇവിടെ ലോട്ടറി വിറ്റ് നടന്നിരുന്നല്ലോ? മോനെ, നല്ല മനസ്സുള്ളൊരു കുട്ടിയാ മോന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അന്യരോട് കാരുണ്യം കാണിക്കുന്നത് വലിയൊരു കാര്യാ. കുറച്ചു നേരത്തെ ഞാനിവിടെ മറിഞ്ഞു വീണപ്പോ എന്നെ താങ്ങിയെടുത്തതും വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്ന് എന്നെ കുടിപ്പിച്ചതും മോന്റെ ഭാര്യയാ. അതെപ്പോ എപ്പോഴാ കഥ? അത് പിന്നെ കുറച്ചു മുമ്പ്, അധിക നേരമൊന്നും ആയിട്ടില്ല. പക്ഷെ അപ്പോ ഈ ഡ്രസ് അല്ലായിരുന്നല്ലോ. നേരത്തെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇയാള് ലോട്ടറി വെക്കുന്നത് കണ്ടെന്നോ? അതെ മോനെ. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റപ്പോ 10 ലോട്ടറി എടുക്കുകയും ചെയ്തു. കഥ ഇവരെന്തൊക്കെയാ പറയുന്നേ? അല്ലമ്മേ, ഇയാളെ തന്നെ കണ്ടേന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ. അല്ല മോനെ, ഇത്രയും പണക്കാരായിട്ട് ഇതെന്തിനാ? ഇതിപ്പോ ആരെങ്കിലും വല്ല വഴിപാടായോ മറ്റോ പറഞ്ഞു തന്നതാണോ? നവീൻ, നമുക്ക് പോകാം. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് എന്താ ഭ്രാന്തുണ്ടോ? എടോ, അവര് പറയുന്നതില് എന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ചോദിക്കട്ടെ. നവീൻ വരുന്നുണ്ടോ? എനിക്ക് എന്തോ തല കറങ്ങുന്നത് പോലെയൊക്കെ. നമുക്ക് ഇവിടുന്ന് പോവാം. എടോ, നവീൻ, എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോ. എന്തൊരു സ്ഥലം ഇത്! പോവാം, വാ, നടക്ക്, പോവാം നവീൻ, നടക്ക്. ഇതെന്തു മറിമായും? ആ കുട്ടി എന്താ എന്നെ കണ്ടിട്ട് അറിയാത്ത പോലെ പെരുമാറുന്നേ? ഇനിയിപ്പോ അത് ആലോചിച്ച് ടെൻഷനൊന്നും പിടിക്കണ്ട, നമുക്ക് പോവാം, വാ. ഈശ്വര, നവീനൊന്നും വരുത്തല്ലേ. എന്നാലും അവരെന്താണോ പറഞ്ഞത്? താൻ തന്നെയാണ് അവരടുത്ത് ചെന്നെന്നാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞത്. അല്ല, ഇനി തന്നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്റെ നവീൻ, ഏത് അമ്പലത്തിൽ ചെന്നാലും കാണാം ഇങ്ങനെ ഭക്തി മൂത്ത് വട്ടായ കുറെ ഭ്രാന്തുള്ളവരെ. അത് തിരിച്ചറിയാൻ കൂടി നവീന് പറ്റുന്നില്ലേ? അവർക്കങ്ങനെ മാനസിക കുഴപ്പമുള്ളത് പോലെയൊന്നും എനിക്ക് തോന്നിയില്ല. ശരി, അവർക്കങ്ങനെ ഭ്രാന്താണെങ്കിൽ തന്നെ അവരെ കൂടെ വന്ന ആൾക്കും ഭ്രാന്താണോ? അയ്യോ അമ്മേ, എനിക്ക് തലവേദന എടുത്തിട്ട് തല പൊട്ടുന്നു. അവിടെ എത്തിയപ്പോ മുതല് ഞാൻ പറയുന്നതാ, ഞാൻ ആകെ ഇറിറ്റേറ്റഡ് ആണെന്ന്. അതിന്റെ കൂടെ ഇതാ ഇപ്പൊ അവരും കൂടെ. എടോ, അതിന് അവര് തന്നെയൊന്നും ചെയ്തില്ലല്ലോ. അവർക്ക് അനുഭവപ്പെട്ട കാര്യം അവര് പറഞ്ഞു. എന്തനുഭവം? നമ്മൾ ഒന്നിച്ചല്ലേ നടന്നത്, ഒന്നിച്ചല്ലേ തൊഴുതത്, നമ്മൾ ഒന്നിച്ചല്ലേ പുറത്തിറങ്ങിയത്. ഇതിനിടയില് എപ്പോഴാ ഞാൻ അവരെ പരിചരിക്കാൻ പോയത്? വെള്ളം വാങ്ങിച്ചു കൊടുത്തു പോലും. എന്നിട്ട് അവരെന്റെ കയ്യിൽ നിന്ന് ലോട്ടറി എടുത്തു.
എന്റെ മമ്മിയുടെ പേരെ സിത്താര ശ്രീനിവാസ് എന്ന, അല്ലാതെ തെരുവിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരുത്തിയല്ല. ഗാഥ പ്ലീസ്, ഇതെന്തിനെങ്ങനെ നിയന്ത്രണം വിട്ട് സംസാരിക്കുന്നത്? ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെയാണ് നമ്മെ. ഇത് എന്റെയും എന്റെ മമ്മിയുടെയും എന്റെ കുടുംബത്തിന്റെയും പ്രസ്റ്റീജിനെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. ഒരു ലോട്ടറി ടിക്കറ്റ്. ഓക്കെ, തണത് വിട്ടേക്ക്. വേണമെങ്കിൽ തണന്ന് മയങ്ങിക്കോ, തലവേനക്ക് മാറട്ടെ. ഹാ, എന്തൊക്കെയാ മോളെ ഈ കേൾക്കുന്നേ? സത്യത്തിൽ നമ്മൾ എന്തിനാ ഇത്രയും ദൂരേക്ക് വന്നത്? നവീന്റെ കണ്ണിപ്പെടാതിരിക്കാൻ വേണ്ടിയല്ലേ? എന്നിട്ടെന്തേ നവീൻ ഇത്ര കൃത്യമായിട്ട് ഇവിടെ വരുന്നത്? ആ എനിക്കറിയില്ല. അങ്ങനെ വന്നാലല്ലേ എന്നെ ടെൻഷനാക്കാൻ പറ്റൂ. ഹേയ്, ഞാൻ ആ ടെൻഷന്റെ കാര്യമൊന്നും അല്ല ചോദിച്ചത്. നവീനെ ഇവിടെ എത്തിച്ചതാരാ? നവീൻ എന്തിനാ ആരെങ്കിലും ഇവിടെ എത്തിക്കുന്നേ? നവീൻ കാർ ഓടിച്ചല്ലേ വരുന്നേ? ശ്ശെ, എന്താ ഈ കൊച്ചിനോട് ഞാൻ പറയാ? മോളെ, അങ്ങനെ ഒരാൾ ഒരു സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കില് മോളിലിരിക്കുന്ന ഒരാൾ വിചാരിക്കണമല്ലോ. അപ്പം നവീനെ കൊണ്ടുവന്നത് ആരാ? ദൈവം. ഹാ, അങ്ങനെയാണെങ്കിൽ ഈ അമ്പലത്തിലുള്ള എല്ലാവരെയും കൊണ്ടുവരുന്നത് ദൈവം തന്നെയല്ലേ? അതെ, അതിന് എനിക്കൊരു സംശയമില്ല. പക്ഷേ നമ്മളിപ്പോ നവീന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ഒന്നാലോചിച്ച് നോക്കിയേ, മോൾ എവിടെ പോകുന്നുണ്ടോ അവിടെ നവീനുണ്ട്. അതിപ്പോ സിറ്റിയിലായാലും സിറ്റിക്ക് പുറത്തായാലും ഒന്നും രണ്ടും അനുഭവം അല്ലല്ലോ നമുക്ക്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അകന്നു നിന്നാലും പിരിഞ്ഞു നിന്നാലും അവസാനം നിങ്ങൾ ഒന്നിച്ചു ചേരുമെന്നാ. ഈ മനപ്പായസം ഉണ്ട് കഴിഞ്ഞില്ലേ ഇതുവരെ? ശരി, മനപ്പായസം തന്നെ ആയിക്കോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കാം, അതിന് കൃത്യമായിട്ട് എനിക്ക് ഉത്തരം വേണം. എന്താ? ഈ കല്യാണം കഴിക്കുമ്പോ കഴുത്തി കെട്ടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, താലി. മോളുടെ കഴുത്തി കിടക്കുന്നത് തന്നെ, അതിനെന്തെങ്കിലും പവിത്രതയുണ്ടോ? പിന്നില്ലാതെ. അതൊന്ന് കേക്കട്ടെ. താലി എന്ന് പറഞ്ഞ ദൈവം രണ്ടുപേരെ കൂട്ടിച്ചേർക്കുന്നതിന്റെ ഒരു അടയാളം. അതുകൊണ്ടല്ലേ ദിവസം ആരംഭിക്കുമ്പോ അതെടുത്ത് കണ്ണിൽ തൊട്ടുവെക്കുന്നതും ഒരിക്കലും അത് കഴുത്തിന്ന് പോവാതെ ശ്രദ്ധിക്കുന്നതും. ആ വാക്ക് തന്നെ ഒരു പുണ്യം പോലെ പറയുന്നതും. അപ്പൊ മോക്കെല്ലാം അറിയാം. ഇത്ര ഐശ്വര്യവും പവിത്രതയും ഉള്ളൊരു സാധനം ഒരു പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ ചാർത്തണമെങ്കിലേ അതിന് ദൈവത്തിന്റെ സമ്മതം വേണ്ടേ, അനുഗ്രഹം വേണ്ടേ?